എന്റെ പൊന്നു സാറേ, ഞാൻ ഈ വില്ലേജ് മുഴുവൻ അരിച്ചു പറക്കി. നമ്മുടെ പട്ടിയുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പട്ടിയെ കാണാനില്ലെന്ന്. ഈ വീട്ടിലെന്താ പട്ടി വാഴില്ല? ഇതിപ്പോ എത്രാമത്തെ തൊടലും പൊട്ടി ചോടുന്നു? പട്ടി മാത്രം എത്ര കറവ പശുക്കളുണ്ടായിരുന്ന വീടായത്. ഇവിടെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. താൻ ഒന്നുകൂടെ അന്വേഷിക്കും, എവിടെയെങ്കിലും കാണും. ഇതാണ് മോടെ വല്യ മുത്തശ്ശൻ, ഉത്രാടം തിരുനാൾ ഉദയവർമ്മ തമ്പുരാൻ. ഭയങ്കര സംഗീതപ്രിയനായിരുന്നു. മോക്ക് ഇഷ്ടപ്പെട്ടോ ഈ മുത്തശ്ശനെ? നല്ല മുത്തച്ഛൻ. പക്ഷെ മുത്തച്ഛൻ ഒരു കള്ള ലക്ഷണം. അമ്പടി കേമി. മോൾക്ക് ഇതാരാണെന്നറിയാമോ? ഇതാണ് വിക്രമാദിത്യവർമ്മ, മോളുടെ വല്യമ്മാവന്റെ വല്യമ്മാവൻ. വലിയ വീരശൂര പരാക്രമിയായിരുന്നു. ദേ എത്ര പേരുടെ തലവെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഓഹോ, അപ്പൊ ഇദ്ദേഹം ബാർബറായിരുന്നോ? കൊച്ചുണ്ണി വേണ്ട, പണ്ടത്തെ കാലമാണെങ്കിൽ തന്റെ ഈ തലയൊക്കെ കയ്യാലപ്പുറത്തിരുന്നേനെ. ഈ വിക്രമാദിത്യവർമ്മയും ഉദയവർമ്മയും ജയദേവർമ്മയും ഒക്കെ ആരായിരുന്നു തനിക്കറിയോ? എല്ലാവരും ബർമാക്കാരാന്ന് മനസ്സിലായി. സോറി. ഇത് മോളുടെ വല്യ മുത്തശ്ശി. മോൾക്ക് 1 വയസ്സാവണതിന് മുമ്പ് മരിച്ചുപോയി. കരുനാക്കി മുത്തശ്ശി എന്നാ എല്ലാരും വിളിച്ചോണ്ടിരുന്നത്. ഈ ഫോട്ടോയിലിരിക്കുന്നത് ആരാന്നറിയോ? മാനവേദവർമ്മ, ടിപ്പുവിനോട് യുദ്ധം ചെയ്ത വല്യ മുത്തശ്ശൻ. കുവൈറ്റിലുള്ള മോളുടെ മഹേന്ദ്ര കുഞ്ഞമ്മാവന്റെ അതേ ചായ നോക്കി. എന്തിനാ മോള് കരയുന്നേ? മുത്തശ്ശന്റെ ഫോട്ടോ താഴെ വീണ് പൊട്ടിയേനാ. ചില്ല് പൊട്ടിയാ പുതിയൊരു ചില്ല് വാങ്ങിച്ചിട്ടാ പോരെ, അതിന് മോളെ കരയിപ്പിക്കണോ? താനാണോ ചില്ല് പൊട്ടിച്ചേ? അയ്യോ ഞാനല്ല. താനാണോ അവളെ കരയിപ്പിച്ചേ? അയ്യോ ഞാനല്ല. മോള് വാ മാമേ, കൊരങ്ങനെ കാണിച്ചു തരാം. എന്ത് കാണിച്ചു കൊടുക്കാൻ? താൻ തന്നെ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. മങ്കി വിത്ത് ടൈ. കുഞ്ഞാണെങ്കിലും മനുഷ്യനെ കളിയാക്കുന്ന വലിയ ഇഷ്ടാ. എനിക്കതാണ്ടില്ല. മാമ ഇന്നാള് പറഞ്ഞല്ലോ ആനയെ കാണിക്കാന്ന്. എനിക്ക് ആനയെ കാണണം. മോളെ ആനയെ കാണിക്കുകയല്ല, വല്യമ്മാവൻ ആന പുറത്ത് കയറ്റും. ഭാഗ്യം അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. റോയൽ സ്റ്റൈലിൽ പോണോടാ. കൊച്ചുണ്ണി, മോക്ക് ഒരാനല്ല, ഒരു കൂട്ടോറ്റാനെ കാണിച്ചു തരാം. മോക്ക് ഈ ചെറിയ മോൻ പാന്റ് ഇട്ട ഒരു കങ്കാരുവിനെ കാണിച്ചു തരാം. പക്ഷെ ഈ കങ്കാരുവിന് ജിറാഫിന്റെ കഴുത്താ. ഒന്ന് തന്നെ. ഏയ്, പൂരാടം തിരുന്നാൾ വലിയ കോഴിത്തമ്പുരാന്റെയും പൂരാടം തിരുന്നാൾ ചെറിയ കോഴിത്തമ്പുരാന്റെയും. കോഴിയല്ല കോഴി. ആ കോഴിത്തമ്പുരാന്റെ എഴുന്നള്ളത്ത് തടയാൻ താനാരാ? വലിയ കോഴിത്തമ്പുരാൻ ആ ബോർഡൊന്ന് വായിച്ചേ. വെടിവഴിപാട് 10 രൂപ. ഇതെന്താ ഇന്ത്യ പാക് ബോർഡറോ വെടിവെക്കാൻ? ആ ബോർഡല്ല, മറ്റേ ബോർഡ്. അന്ധവിശ്വാസികൾക്ക് പ്രവേശനമില്ല. അന്ധവിശ്വാസിയല്ല, അവിശ്വാസി. രണ്ടും ഒന്നാടാ. എന്തായാലും തമ്പുരാൻ അമ്പലത്തിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഈശ്വരന്റെ ശത്രു ഉത്സവം അലങ്കോലപ്പെടുത്തുവാൻ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാ. അയ്യോ, എങ്കിൽ വല്യേട്ടൻ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി പൊക്കോളൂ. മോളെ ഞാൻ ആനയെ കാണിച്ചോളാം. നീ ഒന്ന് വെറുതെ ഇരടാ. ഉത്സവം കാണാനും നാടകം കാണാനും ആനയെ കാണാനുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും പുതിയൊരു ആകാശം പണിഞ്ഞേരാനുള്ള ആസ്തി ഇന്ന് ലക്ഷ്മീപുരം കൊട്ടാരത്തിനുണ്ട്. നീ വാടാ. ഒന്നും തോന്നല്ലേ. യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാ അവൻ വാദിച്ച് ജയിക്കാൻ പോകുന്നത്. മോളെ, നമുക്ക് ആദ്യം അമ്പോറ്റിയെ തൊഴുതിട്ട് ആനയെ കാണാം. എനിക്ക് അമ്പോറ്റിയെ തൊഴണ്ട. അതെന്താ അമ്പോറ്റിയെ തൊഴണ്ടാത്തത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? അവിടെ എന്റെ മോളാ, നിന്നെ പോലെ അമ്പല വിശ്വാസിയല്ല. മോള് വാ, വല്യമാവൻ ആനയെ കാണിച്ചു തരാം. എന്നാലേ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അയ്യോ തമ്പുരാൻ പറ്റും, ഞാൻ ഇനി ഇതൊക്കെ അഴിക്കും. എടോ, അമ്പലത്തിൽ വരുമ്പോഴെങ്കിൽ ഈ കൗബീനെ എടുത്ത് കഴുത്തിലിടലെന്ന് പറഞ്ഞിട്ടില്ലേ? പാടോ. കൊച്ചു തമ്പുരാട്ടിക്ക് ആനയെ ഒന്ന് തൊടണമെന്ന്. 100 രൂപയാ തൊടുന്നതിന്. ഈ വാങ്ങലാണ് ഉത്സവം കഴിയുമ്പോ ആനയെ വാങ്ങുമല്ലോ. ഈ ആനയെ കാണാൻ നല്ല ശേലുണ്ട്. മോൾ ആനയെ തൊട്ടോ.
നെഞ്ച് കത്തിപ്പോയി. നല്ല ശേലുണ്ട്. ഇതെന്ത് കടപ്പ. ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നേ പോലെ ഓടി വരുന്നത്? ഇതെന്തു പറ്റി കൊച്ചുരാമ? അമ്പലത്തിൽ ആന വരണ്ടു, വല്യേട്ടൻ വരട്ടിയതെന്നാ എല്ലാരും പറയണേ. ആനക്കാലെ തീർന്നു കാണും. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ലല്ലോ. എന്റെ ഭഗവതി, ചതിച്ചോ? മതി തീപ്പിച്ചത്. എന്തിനാ വല്യമ്മ ഓടണേ? ഒളിമ്പിക്സിന് പോവാൻ നീ ഒറ്റ ഒരുത്തി അതിനൊക്കെ കാരണം. ഇപ്പൊ ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെയുണ്ട്. നല്ല രസം. രസമല്ല, സാമ്പാർ. ആന എന്റെ പുറത്ത് കേറിയേനെ. അപ്പൊ ആന ഏട്ടനെ ഒന്നും ചെയ്തില്ല ഏട്ടാ? ചെയ്തടാ, ആന കുത്തി കുടലെടുത്തു. നീ ഇതിനെ ഒന്നെടുത്തേ. മോക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മൂന് ആനയ്ക്ക് ഒന്നും പറ്റിയില്ല. അമ്മൂട്ടി, എന്താടാ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മരിച്ചു പോയതൊക്കെ ആകാശത്ത് നക്ഷത്രമായിട്ട് വരുവോ അച്ഛാ? എന്നാരാ മോളോട് പറഞ്ഞു? വല്യമ്മായി പറഞ്ഞല്ലോ. ആ നക്ഷത്രം കണ്ടോ? അതെന്നെ നോക്കി കണ്ണു ചിമ്മി. ആ നക്ഷത്രം ആരാന്ന് അച്ഛനറിയോ? ആരാ? അതെന്റെ അമ്മയാ. നേരെ ഒരുപാടായി, നമുക്ക് ഉറങ്ങണ്ടേ? വാ. അച്ഛനിപ്പൊ എന്താ ഓർത്തേന്ന് ഞാൻ പറയട്ടെ? എന്താ അച്ഛൻ്റെ മോള് പറ. എന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്? അത് അമ്മൂട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ അമ്മൂട്ടിക്ക് മനസ്സിലാവും. ആഹാ, മിടുക്കി. എന്റെ അമ്മ സുന്ദരിയായിരുന്നു അല്ലേ അച്ഛാ? പിന്നെ മോളെ പോലെ. അമ്മ എന്തിനച്ഛ മോളെ വിട്ടു പോയത്? അമ്മുക്കുട്ടി ഉറങ്ങിക്കോ, നാളെ നഴ്സറി പോണ്ടതല്ലേ. രാവിലെ ചെറിയ മാമയും വലിയ മാമയും കൂടെ മോളെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. എന്നെ അച്ഛൻ കൊണ്ട് ചേർത്താ മതി. അയ്യോ, അച്ഛന് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മുംബൈക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഓ, ബിസിനസ് ടൂർ. അച്ഛൻ തിരിച്ചു വരുമ്പോ അമ്മൂട്ടി പഠിച്ചതെല്ലാം അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കണേ. ഞാൻ പഠിക്കാനല്ല നഴ്സറി പോകുന്നത്. പിന്നെ അവിടത്തെ സാറന്മാര് ഒരു പാഠം പഠിപ്പിക്കാനാ.